ഹായ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലെ മോട്ടർ ഇന്നലെ കത്തിപ്പോയായിരുന്നു. അപ്പോൾ പുതിയ മോട്ടർ മേടിച്ച് ഇന്ന് ഞാൻ രാവിലെ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പഴയ മോട്ടർ പൊളിച്ച് ആക്രിക്ക് കൊടുത്താലെന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ ആണ് പൊളിച്ചേക്കാൻ നോക്കി. അങ്ങനെ പൊളിച്ചേക്കാം. ഇതാണ് നമ്മുടെ മോട്ടർ. ഇത് 1.5 മോട്ടറാണ്. ഇതൊന്ന് അഴിച്ചതിനകത്ത് കോയിൽ എന്തുമാത്രം ഉണ്ടെന്ന് അറിയണം. അതാണ് എൻ്റെ പ്ലാൻ. അഴിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമല്ലോ. ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൂടെ അറിയാം. അതിന് വേണ്ടിയിട്ടാണ് ഇരുന്നതാണ്. അപ്പം അഴിച്ച് മൊത്തം തുരുമ്പാണ്. അഴിക്കാൻ വലിയ പാട്. അഴിഞ്ഞ് വരുമായിരിക്കും. നമ്മളത് അഴിച്ചെടുക്കും എന്ത് വന്നാലും. അതഴിച്ചെടുത്തിട്ട് വേണം കടയെ കൊണ്ട് കൊടുത്ത് അതിനകത്തിരിക്കുന്ന കോയിലിന് എന്ത് വിലയുണ്ടെന്ന് അറിയാനായിട്ട്. അയ്യോ, കോയിൽ മൊത്തം കത്തി നശിച്ചു പോയി. ഇനി ആ കോയിൽ ഇളക്കിയെടുക്കണം എന്ത് പാടാന്നറിയാമോ. ഉരുകിപ്പിടിച്ച് മൊത്തം അതിനകത്ത്. എന്നാലും അഴിച്ചു നോക്കാൻ നോക്കും. കോയിൽ അഴിച്ച് അവിടം വരെ അഴിച്ചിട്ട് വരുന്നില്ലായിരുന്നു. ചുറ്റിയൊക്കെ അടിച്ചിളക്കിയതാണ്. വരാതിരിക്കത്തില്ല. അടിച്ചിളക്കും. ഒന്നുകൂടെ 2 അടി കൂടെ അടിക്കുമ്പോൾ അത് ഇളകി വരുമായിരിക്കും. ചുറ്റിയൊക്കെ 2 അടി കൂടെ അടിക്കേണ്ടി വരും. 2 അടി അടിച്ച് വരുമ്പോൾ ഇളവും. ഇളകാതെ ഇടപ്പോവാനാണ്. അത് അഴിച്ചെടുത്തിട്ട് വേണം. നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ കൊണ്ട് കൊടുക്കേണ്ടതുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ നമുക്ക് കൂടുതൽ കിട്ടും. ഈ കോയിലെന്ന് വെച്ചാൽ വില കൂടുതലുള്ള സാധനമാണ് ഈ കോയിൽ. ഇതിങ്ങനെ അമ്മ ഈ ഇതുമായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും. ഇതാണ് കോയിൽ. ഇത് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കൂടുതൽ കിട്ടുമായിരുന്നു. അതാണ് ഇത്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ മോട്ടർ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുച്ഛമായ പൈസ എന്നിട്ട് കൊണ്ടുപോരും. ഇതാണ് സംഭവം. അത് ഇരുമ്പാണ്. ഇതെല്ലാം ബാക്കിയുള്ള എല്ലാം ഇരുമ്പ്. അത് മാത്രമേ കോയിലുള്ളൂ. ഇത് വേണ്ട. ഇത് തന്നെ ഉണ്ട്. 26.5 കിലോ ഉണ്ട്. അത് കോയിൽ കൊണ്ട് വെക്കുമ്പോൾ കോയിൽ കൊണ്ട് 1 ചില്ലറയുണ്ട് കോയിൽ. അത് നമുക്ക് അവിടുന്ന് കിട്ടിയത് 1500 രൂപയാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സെപ്പറേറ്റ് കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് എപ്പോഴും ലാഭമൊന്നും. അതായിരിക്കും നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ആ വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം മനസ്സിലായില്ലേ? അപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും.